നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നാളെ മുതൽ നിങ്ങൾക്ക് നല്ല കാലം ആരംഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള പണം സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, കടം, പലിശ പോലും കൊടുക്കാനാവാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൂടാതെ സാമ്പത്തികപരമായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഇതിനെല്ലാം തന്നെ നാളെ കർക്കിടക അമാവാസി ദിവസം ചെയ്യുന്ന ഒരേ ഒരു പരിഹാരത്തിലൂടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങളുടെ നല്ല സമയം ആരംഭിക്കാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. നാളെ വ്യാഴാഴ്ചയോട് ചേർന്ന് അമാവാസി വരുന്നത് കൊണ്ട് തന്നെ ഈ അമാവാസി കുബേര അമാവാസി എന്ന പേരിലും അറിയപ്പെടുന്നു. 2025 ജൂലൈ 24 വ്യാഴാഴ്ചയാണ് കുബേര അമാവാസി. അതുകൊണ്ട് തന്നെ ഈ ദിവസം പിതൃക്കൾക്ക് ആദരവും നന്ദിയും അർപ്പിക്കേണ്ട വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി എല്ലാ മാസവും അമാവാസി തിഥി വരാറുണ്ട്. മാസം തോറും വരുന്ന അമാവാസി ദിവസം പിതൃക്കളെ ധ്യാനിച്ച് തർപ്പണം ചെയ്യുവാനോ അല്ലെങ്കിൽ പിതൃ വഴിപാട് ചെയ്യുവാനോ സാധിച്ചില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ കർക്കിടക അമാവാസി ദിവസം ആരും തന്നെ പാഴാക്കരുത്. കാരണം അത്രയേറെ പ്രാധാന്യമുള്ള ദിവസമാണിത്. കർക്കിടക അമാവാസി ദിവസം പിതൃ വഴിപാട് ചെയ്യുന്നതിലൂടെ അഖില പിതൃക്കൾക്കുമാണ് നമ്മൾ വഴിപാട് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മുടെ 7 തലമുറയിലുള്ള പിതൃക്കളുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അമാവാസി തിഥി ജൂലൈ 24 വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം അതായത് ജൂലൈ 25 വെള്ളിയാഴ്ച പുലർച്ചെ അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ 1:48 അമാവാസി തിഥി അവസാനിക്കുന്നത്. വ്യാഴാഴ്ച ദിവസം മുഴുവനും അമാവാസി തിഥി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുകാലം ഒഴികെയുള്ള ഏതൊരു സമയത്തും ഇനി പറയുന്ന പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നാളെ ബലി തർപ്പണം ചെയ്യുന്നവരും പിതൃവഴിപാട് ചെയ്യുന്നവരും ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് തന്നെ നിങ്ങളുടെ പിതൃവഴിപാടുകൾ അല്ലെങ്കിൽ തർപ്പണം പൂർത്തിയാക്കേണ്ടതാണ്. ഇനി പിതൃക്കൾക്ക് വേണ്ടിയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മറന്ന് ഈ ഒരു പരിഹാരം മാത്രം ചെയ്താൽ അതിന് പൂർണ്ണഫലം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ പിതൃവഴിപാട് ചെയ്തതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ഒരു പരിഹാരം നാളെ രാത്രിയിൽ 1 മണിക്ക് മുൻപ് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി സാമ്പത്തികപരമായി അഭിവൃദ്ധി ഉണ്ടാകുവാനും ധനവരവ് വർദ്ധിക്കുവാനും നാളെ കർക്കിടക അമാവാസി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പച്ച നിറത്തിലുള്ള ഒരു ചെറിയ കഷ്ണം തുണിയാണ് ആവശ്യമുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തുണി എടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള തുണി തന്നെ എടുക്കണം. അതിനു പകരമായി ചുമപ്പ് തുണി എടുക്കാമോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള തുണി എടുക്കാമോ എന്നൊന്നും ചോദിക്കരുത്. പച്ച നിറത്തിലെ തുണി തന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച നിറത്തിലുള്ള പട്ടുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ കൈക്ക് ഒരു പിടി പച്ചരിയാണ് തുണിയിലേക്ക് വെക്കേണ്ടത്. പിന്നീട് ഒരു ബേ ലീഫ് എടുത്ത് ആ ബേ ലീഫിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ടോട്ടൽ കടമുള്ളത് ആ ഒരു എമൗണ്ട് എഴുതുക. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കടമുള്ളതെങ്കിൽ 5 ലക്ഷം എന്നെഴുതാവുന്നതാണ്. ഇനി 10 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് കടമുള്ളതെങ്കിൽ 10 ലക്ഷം രൂപ എന്നെഴുതാവുന്നതാണ്. അല്ലെങ്കിൽ 10 ലക്ഷം എന്നെഴുതുക. ബേ ലീഫിൽ ആവശ്യമുള്ള തുക എഴുതിയതിനു ശേഷം ഈ ബേ ലീഫ് പച്ചരിയോടൊപ്പം വെക്കാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ പച്ച നിറ മഷിയുള്ള പേന ഉപയോഗിച്ച് വേണം എഴുതേണ്ടത്. പച്ച നിറത്തിലുള്ള പേന, സ്കെച്ച്, മാർക്കർ അങ്ങനെ ഏതുപയോഗിച്ചും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ബേ ലീഫിന് കേടുപാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീറിപ്പോയതോ കുത്തൽ വീണതോ ആണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, ആ ഇല ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഒരു കഷ്ണം മഞ്ഞളാണ് പച്ചരിയോടൊപ്പം വെക്കേണ്ടത്. സാമ്പത്തികപരമായി ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുവാനാണ് മഞ്ഞൾ വെക്കുന്നത്. ഇനി മഞ്ഞൾ വെക്കുമ്പോൾ ഉണക്ക മഞ്ഞൾ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക. പച്ച മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ വെക്കരുത്. അടുത്തതായി ധനം അല്ലെങ്കിൽ പണം ആകർഷിച്ചു വരുവാൻ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട നല്ല സുഗന്ധമുള്ള ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരമാണ് വെക്കേണ്ടത്. നല്ല സുഗന്ധമുള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. മാത്രമല്ല പച്ചക്കർപ്പൂരം വെക്കുന്നതിലൂടെ ധന ആകർഷണ ശക്തി വർദ്ധിക്കുന്നതുമാണ്.
മാത്രമല്ല പണം സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു പരിഹാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വസ്തുക്കളോടൊപ്പം പച്ചക്കർപ്പൂരം വെക്കുന്നതും ഉത്തമമാണ്. ഇനി വ്യാഴാഴ്ച എന്നത് കുബേര ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുബേരന്റെ സംഖ്യയായ 5 രൂപ നാണയമാണ് ഇനി ഇതിലേക്ക് വെക്കേണ്ടത്. ഈ 5 വസ്തുക്കളാണ് ഈ ഒരു പരിഹാരത്തിനായി ആവശ്യമുള്ളത്. ഈ ഒരു പരിഹാരം നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിന്റെ ഹാളിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്തിരുന്ന് ചെയ്യുവാൻ സാധിക്കുന്നവർ എല്ലാവരും അവിടെ ഇരുന്ന് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി വളരെയധികം ശുദ്ധവൃത്തിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. അതായത് പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ ഒരു പരിഹാരം ചെയ്യരുത്. അതുപോലെ തന്നെ പുലവാലായ്മ ഉള്ളവരും ഈ പരിഹാരം ചെയ്യരുത്. ഇനി മത്സ്യമാംസാദികൾ അതായത് നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടില്ല. നാളെ കർക്കിടക മാസത്തിലെ അമാവാസി ആയതുകൊണ്ട് തന്നെ നോൺ വെജ് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. പച്ച നിറത്തിലുള്ള തുണിയിലേക്ക് ഈ വസ്തുക്കളെല്ലാം വെച്ചതിന് ശേഷം ഇതൊരു കിഴി പോലെ കെട്ടുക. ഈ കിഴി നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ഗുരുഭഗവാനെയും കുബേര ഭഗവാനെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടണമേ എന്നും ധനവരവ് അല്ലെങ്കിൽ പണവരവ് വർദ്ധിക്കണമേ എന്നും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. പിന്നീട് ഈ കിഴിക്ക് ധൂപദീപ ആരതി നൽകി ഈ കിഴി നിങ്ങളുടെ അലമാരയിൽ വെക്കാവുന്നതാണ്. അതായത് നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കുക. അലമാരയിലോ പണപ്പെട്ടിയിലോ മണി പേഴ്സിലോ അല്ലെങ്കിൽ ലോക്കറിലോ അങ്ങനെ എവിടെയും നിങ്ങൾക്ക് ഈ കിഴി വെക്കാവുന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ ഒരു വിശ്വാസമാണ് പ്രധാനം. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ അതിന് നല്ല പോസിറ്റീവായ ഫലവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇത് ചെയ്യുക. ഇനി ഈ ഒരു പരിഹാരം മാത്രം ചെയ്ത് വെറുതെ ഇരുന്നാൽ പണം ലഭിക്കില്ല. നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കർമ്മങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്യുക. അതായത് സത്യസന്ധതയോടും സ്ഥിര പരിശ്രമത്തോടും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലെയുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ കർമ്മത്തിന് ഫലമുണ്ടാവുകയും പണം വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതുമാണ്. ഈ കിഴി കുറഞ്ഞത് 1 മാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1 മാസത്തിന് ശേഷം വരുന്ന അമാവാസി ദിവസം രാവിലെ തന്നെ ഈ കിഴി അഴിച്ച് അതിലെ ബേ ലീഫ് ഒരു മെഴുകുതിരി നാളത്തിലോ അല്ലെങ്കിൽ ഒരു മൺവിളക്കിൻ്റെ നാളത്തിലോ കത്തിച്ച് ആചാരം കാറ്റിൽ പറത്തിവിടാവുന്നതാണ്. പിന്നീട് പുതിയൊരു ബേ ലീഫ് എടുത്ത് ആദ്യം എഴുതിയതുപോലെ തന്നെ ആവശ്യമുള്ള തുക അതിലെഴുതി അഴിച്ചെടുത്ത ആ പഴയ കിഴിയിൽ തന്നെ ഈ എഴുതിയ ഇലയും വെച്ച് വീണ്ടും കിഴി കെട്ടി വെക്കുക. അതായത് കിഴി കെട്ടിവെച്ച് 1 മാസം കഴിഞ്ഞ് കിഴി അഴിക്കുമ്പോൾ ആ കെട്ടിലെ മറ്റുള്ള സാധനങ്ങൾ പച്ചരി, മഞ്ഞൾ, പച്ചക്കർപ്പൂരം, 5 രൂപ നാണയം അത് അതുപോലെ തന്നെ ആ കിഴിയിൽ വെക്കാവുന്നതാണ്. ബേ ലീഫ് മാത്രം എടുത്ത് കത്തിച്ച് കളഞ്ഞാൽ മതിയാകും. മറ്റുള്ളവ വീണ്ടും പരിഹാരത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇലയിൽ എഴുതി അതേ കിഴിയിൽ തന്നെ വെക്കാൻ പറഞ്ഞത്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുകയും ഐശ്വര്യം വർദ്ധിക്കുന്നതുമാണ്. കാരണം ഈ കിഴിക്കുള്ളിൽ വെച്ചിരിക്കുന്ന ഓരോ വസ്തുവിനും ഓരോ തരത്തിലുള്ള പ്രാധാന്യമാണുള്ളത്. നാളെ കർക്കിടക അമാവാസി ദിവസം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പണം സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും കടബാധ്യതകളും ദാരിദ്ര്യങ്ങളും ഇല്ലാതാകുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി പണവരവ് വർദ്ധിക്കുന്നതുമാണ്. ഇനി വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും ഏതെങ്കിലും ഒരു വ്യക്തി ഇത് ചെയ്താൽ മതിയാകും. ഈ ഒരു പരിഹാരം ചെയ്താൽ 100% എത്ര വലിയ തീർക്കാൻ സാധിക്കാത്ത കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ്. മാത്രമല്ല പണം അതിവേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതുമാണ്. ഇതിലൂടെ ഇരുട്ടിലായിരുന്ന നിങ്ങളുടെ ജീവിതം പതിയെ പതിയെ വളർന്ന് പ്രകാശപൂർണമായി തീരുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.